അവസ്ഥ ആള് പുലിയാ രാജാവെന്ന്. പാചകവാതക ക്ഷാമം രൂക്ഷമായതോടെ ഹോട്ടൽ ഉടമകളുടെ പ്രതിസന്ധികളും രൂക്ഷമാകുകയാണ്. കരിഞ്ചന്തയിൽ നിന്ന് വലിയ തുക മുടക്കി ഗ്യാസ് എത്തിച്ച് കച്ചവടം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ വന്നതോടെ പഴയകാല മണ്ണെണ്ണ സ്റ്റൗവിലേക്ക് മാറുകയാണ് ചായക്കച്ചവടം. ഗ്യാസ് അടുപ്പ് മാറ്റി വിറകടുപ്പുകളും മണ്ണെണ്ണ സ്റ്റൗവുകളും മിക്ക ഹോട്ടലുകളിലും തിരിച്ചെത്തി തുടങ്ങിയിട്ടുണ്ട്. മണ്ണെണ്ണയ്ക്കും വിപണിയിൽ നല്ല വില കൊടുക്കണമെന്നതാണ് അവസ്ഥയെങ്കിലും കട പൂട്ടാതിരിക്കാൻ മറ്റു വഴികളിൽ നിന്നാണ് ഹോട്ടൽ ഉടമകൾ പറയുന്നത്. വിറകടുപ്പ് കത്തിച്ച് ചായ കൊടുക്കാനുള്ള അസൗകര്യമാണ് പലരെയും മണ്ണെണ്ണ സ്റ്റൗവിലേക്ക് ആകർഷിക്കുന്നത്. 1200 മുതൽ 1500 വരെയാണ് ചെറിയ മണ്ണെണ്ണ സ്റ്റൗവിന്റെ വില. ആരും വാങ്ങാനില്ലാതിരുന്ന മണ്ണെണ്ണ സ്റ്റൗവിനും വിപണിയിൽ നല്ല ഡിമാൻഡായി തുടങ്ങിയിട്ടുണ്ട്. വാങ്ങാൻ ആളില്ലാതെ കെട്ടിക്കിടന്ന വിറകിനും ഡിമാൻഡ് കൂടി തുടങ്ങിയെന്ന് മില്ലുടമകൾ പറയുന്നു. പാചകവാതക ക്ഷാമം രൂക്ഷമായതോടെ പ്രദേശത്തെ ഭക്ഷണശാലകൾ പലതും അടച്ചിട്ടിരിക്കുകയാണ്. ഉച്ചയൂണിന് ഹോട്ടലുകളെ ആശ്രയിക്കുന്ന ഡ്രൈവർമാരും കച്ചവടക്കാരും യാത്രക്കാരും അടക്കമുള്ളവരും ഹോട്ടലുകൾ അടച്ചതോടെ ആശങ്കയിലായിട്ടുണ്ട്. ആഗോള പ്രതിസന്ധി തീർന്ന് പാചകവാതക ക്ഷാമം അവസാനിച്ച് കച്ചവടം മുന്നോട്ട് കൊണ്ടുപോവാൻ ഇനി എത്ര നാൾ കാത്തിരിക്കേണ്ടി വരുമെന്നാണ് വ്യാപാരികൾ ചോദിക്കുന്നത്. പാചകവാതകം ക്ഷാമമില്ലെന്ന് സർക്കാർ ആവർത്തിക്കുമ്പോഴും കരിഞ്ചന്തയിൽ ഭീമമായ തുക മുടക്കുമ്പോഴാണ് പലർക്കും ഗ്യാസ് എത്തുന്നതെന്നാണ് വസ്തുത.